ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചന്ദ്രിക. എല്ലാവർക്കും ചന്ദ്രൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ സിറ്റൗട്ടിലെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചാണ്. എൻ്റെ സിറ്റൗട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ സിറ്റൗട്ടാണ്. അപ്പോൾ ഞാൻ പൊതുവേ ചെറിയ പ്ലാന്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഓൺലൈനിലായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇന്നലെ എത്തിയിട്ടുണ്ട്. ഞാൻ ഹവർത്തിയ സക്കുലൻ്റ് പോലുള്ള ചെടികളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനോടൊപ്പം അതിൻ്റെ പോട്ട് മിക്സും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും എനിക്കുള്ള അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കുന്ന പോട്ട് മിക്സിൽ നട്ടുപോയിട്ട് അത് കുറച്ച് ചത്തുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പോട്ട് മിക്സും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇഷാൽസ് ഹോം ഗാർഡൻ ചെങ്കര, ഈ സ്ഥലത്തു നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് പൊതുവേ ഞാനിപ്പോൾ ഒരു വ്യക്തിയുടെ അടുത്തു നിന്ന് ഞാൻ വാങ്ങിക്കുന്നത് നിർത്തി. കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ഷോപ്പിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് വരുത്തിച്ചിട്ടുള്ളത്. നമുക്കിതൊന്ന് നോക്കാം എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന്. ഇത് മിനിഞ്ഞാന്ന് അയച്ചതാണ്, എനിക്ക് ഇന്നിപ്പോൾ കിട്ടിയത്. ഞാൻ ബോക്സ് ഇത്ര വലുതാവും തന്നെ വിചാരിച്ചിട്ടില്ല. നമുക്കിതിനകത്തുള്ള ചെടികൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ചെറിയൊരു ബോക്സേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. 6 പ്ലാന്റ്സും പോട്ടി മിക്സും ഞാൻ ഓർഡർ ചെയ്തത്. അതിലൊരു ഹാങ്ങിങ്ങും ഉണ്ട്, നമുക്കെടുത്ത് നോക്കാം. സക്കുലൻ്റ് ടൈപ്പ് പ്ലാന്റ്സാണ് ഞാൻ കൂടുതലായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം അത്. ഞാൻ ആദ്യത്തെ പ്ലാന്റ് എടുക്കുന്നതിന് ഇതൊരു ഹാങ്ങിങ്ങാന്ന് തോന്നുന്നു. ഞാനൊരു ലിപ്സ്റ്റിക്ക് പ്ലാന്റിന് പറഞ്ഞിരുന്നു, അതായിരിക്കണം ഇത്. നമുക്കിത് സ്ലോലി ഒന്ന് തുറന്ന് നോക്കാം. ലിപ്സ്റ്റിക്ക് പ്ലാന്റ് എനിക്ക് കുറേ നാളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അത്. നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ് ഈ ലിപ്സ്റ്റിക്ക്. കാരണം ഇത് പൊതുവെ ഹാങ്ങിങ്ങിലാണ് എല്ലാവരും വെക്കാറ്. ഹാങ്ങിങ്ങിൽ വെച്ചാൽ നല്ല ഭംഗിയാണ്. കാരണം ഇതിൻ്റെ അറ്റത്ത് ഇത് താഴത്തേക്ക് തൂങ്ങി നിൽക്കും. ഇതിൻ്റെ അകത്ത് നല്ലൊരു റെഡ് കളർ ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഹാങ്ങിങ്ങിൽ. അപ്പം ഞാനിത് കുറേ നാളായിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിത് നന്നായിട്ടൊരു ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ നടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് 150 ആണ് ഞാനിതിന് കൊടുത്തത്. പെർ പ്ലാന്റ് 150 ആണ്. രണ്ടാമത്തെ പ്ലാന്റ് എടുക്കുകയാണ്. ഇതൊരു സക്കുലൻ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. ഹവർത്തിയ ആയിരിക്കും. ഹവർത്തിയ ഞാൻ ഓർഡർ ചെയ്തിരുന്നു. ഹവർത്തിയാണ്. ഒരു കുഞ്ഞു പ്ലാന്റ്, നല്ല ഭംഗിയാണ്. നോക്കി, ഇതിൻ്റെ നടുക്കൊരു സ്റ്റെമ്മ് പോലെയുള്ളതുകൊണ്ട് എനിക്ക് തിരക്കാവുന്ന ഇത് അയക്കാൻ. സ്ലോലി അതിൻ്റെ ആ പോട്ടി മിക്സ് ഒന്നും പോവാണ്ട് വളരെ സൂക്ഷിച്ചിത്. അത് അത്ര സൂക്ഷിച്ചിട്ടാണ് അവർ പാക്ക് ചെയ്യുന്നത്. അത്ര തന്നെ സൂക്ഷിച്ച് നമ്മളിത് ഓപ്പൺ ചെയ്യണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവരെ സൂക്ഷിച്ചതിൻ്റെ ഫലമൊക്കെ നമ്മൾ കളയും. നമ്മളെ കയ്യിൽ നിന്ന് ചീത്തയാവാൻ പാടില്ലല്ലോ. ഈ ഹവർത്തിയ പോലുള്ള സക്കുലൻ പ്ലാന്റ്സ് നമ്മൾ പൊതുവേ ഇൻഡോർ ഡെക്കറേഷനിലും അതുപോലെ സിറ്റ് ഔട്ട് അലങ്കരിക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുഞ്ഞു പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അതിന് പറ്റിയ പോട്ടുകൾ, പ്ലാസ്റ്റിക് പോട്ട് കിട്ടുന്നുണ്ട്, അതുപോലെ സെറാമിക് പോട്ട് കിട്ടുന്നുണ്ട്, എർത്തൺ പോട്ട്സ് കിട്ടുന്നുണ്ട്. എർത്തൺ പോട്ട്സ് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല, പക്ഷേ എനിക്ക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിൽ വെച്ചാലാണ് ഇത് കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇഷ്ടവും എർത്തൺ പോട്ട്സാണ്. നമുക്ക് അടുത്ത പ്ലാന്റ് എടുത്ത് നോക്കാം. മൂന്നാമത്തെ പ്ലാന്റ്. ഹവർത്തിയ ഗ്രൂപ്പിൽ പെടുന്ന ഒരു ഗസ്റ്റീരിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഒരു കുഞ്ഞു പ്ലാന്റ് തന്നെ. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീവ്സ് നോക്കി. ഇതിൻ്റെ ലീവ്സ് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലാണ് വളരുന്നത്. അതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി. പിന്നെ പൊതുവേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫംഗസ് ബാധ വരുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. അങ്ങനെ ഒരു കുറച്ച് കെയർ വേണ്ടുന്ന പ്ലാന്റ്സാണ് ഇതൊക്കെ. ഇനി ഞാൻ ഒരു പോട്ടി മിക്സ് ഓർഡർ ചെയ്തിരുന്നു. അതാണ് ഇത് നമ്മൾ സക്കുലൻറ്റിനൊക്കെ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതാണെങ്കിൽ ഇപ്പോൾ ഇതിൽ 1 കിലോവിന് അവർ 90 റുപ്പീസാണ് എടുത്തത്.
ഇതാകുമ്പോൾ എത്രയോ ചെടി നടാം ഇതിൽ, എത്രയോ സക്കുലൻ്റ്. സക്കുലൻ്റ് ചെറിയ പോട്ടിലല്ലേ നടുന്നത്, അപ്പോൾ എത്രയും പ്ലാന്റ്സ് ഇതിൽ നടാം. പോട്ടി മിക്സ്. എല്ലാം വിത്ത് പോട്ടാണ് കേട്ടോ, എല്ലാം വിത്ത് പോട്ടാണ് അവർ അയച്ചിരിക്കുന്നത്. ഔ, ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ ഫോട്ടോ അവർ അയച്ചു തന്നപ്പോൾ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, എനിക്കത് വേണമെന്ന് പറഞ്ഞെടുത്താണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കൂട്ടത്തിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായ പ്ലാന്റ് ഇതാണ്. 300 ഞാൻ ഇതിന് പേ ചെയ്തത്. നല്ലൊരു ഡബിൾ ഷെയ്ഡൊക്കെ ഉണ്ട് ഇതിന്, കണ്ട ഒരു പിങ്ക് കളറും ഒക്കെ ഉണ്ട്. ശരിക്കും ഇതുപോലെ തന്നെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും തോന്നുന്നു, നല്ല പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അടുത്ത പ്ലാന്റിലേക്ക് പോവാം. ഇത് ജേഡിൻ്റെ തന്നെ വെരിഗേറ്റഡ്, ജേഡ് വെരിഗേറ്റഡ്. എനിക്ക് ജേഡിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്, അങ്ങനെ ഞാൻ വാങ്ങിച്ചു തന്നു. ഹൈബ്രിഡ് വെരിഗേറ്റഡാണ് ഇത്. കുറച്ച് വലിയ പോട്ട് തന്നെയാണ് ഇത്. 325 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്, 325. എനിക്കിത് കാരണം ഈ ജേഡൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഭാഗ്യം. പിന്നെ അവർ നല്ല സൂപ്പർ പാക്കിങ്ങുമാണ്, അനങ്ങിയിട്ടില്ല പ്ലാന്റ്. ഒരു സക്കുലൻ ടൈപ്പ് പ്ലാന്റാണ് ഈ ജെഡ് പ്ലാന്റ്. ഇത് കണ്ട, ഇത് വെരിഗേറ്റഡ് ഹൈബ്രിഡ് വെരിഗേറ്റഡ് ജെഡ് പ്ലാന്റാണ്. അപ്പോൾ ഇതിന് കുറച്ച് കെയർ ആവശ്യമാണ്, സാധാരണ ജെഡ് പ്ലാന്റ് പോലെയല്ല. അപ്പോൾ നമ്മൾ കുറച്ച് കെയർ ചെയ്യണം. ഇതിന് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുറച്ച് ഫംഗിസൈഡും അതുപോലെയുള്ള പെസ്റ്റിസൈഡൊക്കെ അടിച്ചു കൊടുക്കണം. പിന്നെന്താണെന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളം അധികമാവാണ്ട് വളരെയധികം സൂക്ഷിക്കാനുണ്ട്. ഇത് ഒരു കണ്ട, ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ആ ടൈപ്പാണ്, അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോഴും നല്ലോണം സൂക്ഷിക്കണം. പിന്നെ ഞാൻ എന്തായാലും ഇതിനെ കുറച്ച് നല്ലൊരു പോട്ടിലേക്ക് മാറ്റും, വേറൊരു പോട്ട് വാങ്ങിയിട്ട് അതിലേക്ക് മാറ്റണം എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്കിത് വെക്കാൻ പറ്റും. ഇതൊക്കെ നല്ല പോട്ടിലൊക്കെ ആക്കി എല്ലാവർക്കും കാണിക്കാം, നല്ല ഭംഗിയാക്കിയിട്ടൊക്കെ. പിന്നെ ലാസ്റ്റ് വൺ എടുക്കുകയാണ്. ഇതും ഒരു ജെഡ് പ്ലാന്റ് തന്നെ. ഇതിൻ്റെ ജെഡ് പ്ലാന്റിൻ്റെ ഒരു ക്രേസാണ് എനിക്ക്. എൻ്റെ അടുത്ത് കുറച്ച് കളക്ഷൻ ഉണ്ട്, പിന്നെയും ഞാൻ വാങ്ങിക്കുക തന്നെ. ഇതിന് 300 ആണ് ഇതിൻ്റെ വില. ഇതൊരു ഹൈബ്രിഡ് ഗ്രീൻ വെറൈറ്റിയാണ്, ജേഡിൻ്റെ തന്നെ ഹൈബ്രിഡ് ഗ്രീൻ. പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് ഇത് ഒടിഞ്ഞു പോകും. നല്ല വെയിറ്റാണ് ഇതിൻ്റെ ഇലകൾക്കും സ്റ്റെമ്മിനല്ല. അതുകൊണ്ട് ഇത് ശരിക്കും നന്നായി പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇത് ഹെൽത്തി ആയിട്ട് എത്തൂല. ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഒടിഞ്ഞു പോകും, ഇലകളൊക്കെ പൊഴിഞ്ഞു പോകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ പ്ലാന്റ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഇത് കണ്ട, ഇതിൻ്റെ പോട്ടി മിക്സൊക്കെ ഇത് ചകിരിച്ചോറാണ് കേട്ടോ, ഇത് പോട്ടി മിക്സായിട്ട് ഇവർ ഇതിലിട്ടിരിക്കുന്നത്. പിന്നെ ഇത് പൊതുവെ നല്ലോണം കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റാണ്, കാരണം ഇതിൻ്റെ ഇലകളൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും ഇത് നമ്മൾ എടുത്ത് അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ വെക്കുമ്പോഴും നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എനിക്ക് ഇന്നൊരു പാർസലും കൂടി വന്നിട്ടുണ്ട്, അത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അവരുടെ അടുത്ത് തന്നെയാണ് വാങ്ങിച്ചത്. ഞാൻ ഇതിന് മുമ്പത്തെ പാർസൽ വാങ്ങിച്ച അതേ ആളടുത്ത് തന്നെയാണ് ഞാനിത് വാങ്ങിച്ച സാധനം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിരിക്കാനാണ് സാധ്യത, ഞാൻ ഇതിനാണല്ലോ ഓർഡർ ചെയ്തത്. ഡിസ്കീഡിയാണ്, ഡിസ്കീഡിയ പ്ലാന്റ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണിത്. ഞാനിത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിട്ട് വാങ്ങിച്ച ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിന് 100 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് പറഞ്ഞവർ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് വളരെ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. പിന്നെ കുറച്ച് കോസ്റ്റ്ലി പ്ലാന്റുമാണ്. ചിലപ്പോൾ ഒരു വർഷമൊക്കെ വേണ്ടി വരും ഒന്ന് പോട്ടിൽ ഇത് നന്നായിട്ട് പിടിച്ച് വന്ന് ഒരു
നല്ലൊരു ഗ്രോത്തിൽ കിട്ടാൻ വേണ്ടി ഒരു വർഷമെങ്കിലും പിടിക്കും, 1.5 വർഷത്തോളം ഇത് നന്നായി നിറയാൻ വേണം. പിന്നെ അത് കുറേ കാലം അങ്ങനെ പോട്ടിൽ നല്ല ഭംഗിയായി നിൽക്കും. ഡിസ്കീഡിയ. ഇനി അടുത്ത പ്ലാന്റ് എടുക്കാം. ഇതും ഹാങ്ങിങ് പ്ലാന്റ് തന്നെ. സ്ട്രിങ് ഓഫ് ഹേർഡ്സ് എന്ന് പറഞ്ഞ പ്ലാന്റാണിത്. ഇതിപ്പോൾ കാണുമ്പോൾ ഇതിങ്ങനെ ഒരു വാടിയ പോലെയുണ്ട്. ഇതിപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് അവർ 2 ദിവസം നമുക്ക് അയക്കുന്നതിന് 2 ദിവസം മുമ്പേ അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് അവർ വേറെ വെക്കും. ഇല്ലെങ്കിൽ നമുക്കത് അയച്ചു തന്ന് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് അത് ചീഞ്ഞു പോകും അത്രേ. അപ്പോൾ നമ്മൾ ഇതിന് ഞാനൊരു പോട്ടി മിക്സ് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്. ആ പോട്ടി മിക്സിൽ ഞാൻ ഇത് നടും. നല്ല ഭംഗിയുണ്ട്. ഞാൻ കുറേ പിക്ചേഴ്സിലും കുറേ ആളടുത്തും ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞത് 150 ആണ്. അടുത്ത് ഞാൻ വാങ്ങിച്ചത് ഒരു നല്ലൊരു പോട്ടാണ്. ഇത് സുന്ദരി കുട്ടിയുടെ പോട്ടാണ് ഞാൻ വാങ്ങിച്ചത്. എൻ്റെ ഹവർത്തിയ അത് വെക്കാനായിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതിന് 150 ആണ് ഇതിൻ്റെ കോസ്റ്റ്. ഈ ആദ്യത്തെ ബോക്സിലുള്ള പ്ലാന്റ്സിന് എനിക്ക് കൊറിയർ ചാർജ് ആയത് 80 രൂപയാണ്. അതുപോലെ രണ്ടാമത്തെ സെക്ഷനിൽ 60 റുപ്പീസാണ് കൊറിയർ ചാർജ് കൊടുത്തത്. അപ്പോൾ എനിക്ക് ഏതൊരു പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോഴും ആരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുമ്പോഴും ഒരു കാര്യത്തിൽ നിർബന്ധമുള്ളൂ, പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി ആയിരിക്കണം, അതിൽ ഫ്രഷ് ആയിട്ടും ഉണ്ടാവണം, അതിന് ഒടിവോ ചതവോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആ കാര്യത്തിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. പിന്നെ ഇവരുടെ ലിങ്കും ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും.